നല്ല 14 രാവ് പോലെ വെട്ടിത്തിളങ്ങുന്ന നല്ല ബീഫ് നമുക്ക് സ്റ്റൈലാക്കിയിട്ടുണ്ട് പിടച്ചല്ലോ. റോസ്റ്റും ഇതൊന്നുമല്ല, കറി മാത്രം. ടേസ്റ്റ് 4 പുറ എവിടുന്ന ടേസ്റ്റ് വരുമെന്ന് അറിയില്ല കേട്ടോ. ഇതെല്ലാ സാധനം പൊടിച്ച് നമ്മളെ വീട്ടിലുണ്ടാക്കിയ നമ്മളെ ഗ്രാമ്പു പൊടി, ഒട്ടങ്ങോട്ട് പേര് ചെയ്യണം. 4 പോത്തും ക്യൂബ്, നമ്മളെ മാഗി ക്യൂബ്, സവോള അത് നിറച്ച്. തക്കാളി കളർ എന്താ കളർ നോക്കി. പൊട്ടിച്ചൊരു നാരങ്ങ, പൊട്ടിച്ച നമ്മൾ നാടൻ കുരുമുളക് പൊടി, ഇത്തിരി കല്ലുപ്പ്. എന്നാ ഇനിയാണ് 14 രാവെന്ന് പറഞ്ഞ് തിളക്കിച്ച ആ പോത്തിറച്ചി പടപ്പിച്ചോ. അതാ അങ്ങോട്ട് കുഴച്ചോ. കുഴച്ചോൻ്റെ ദുനിയാവിൽ കൂട്ടാൻ പറ്റിയ എല്ലാ സാധനം ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ടാവില്ല കൂട്ടാൻ. എൻ്റെ പൊന്നാരെ എന്ത് നല്ല സ്മെല്ല്. ഇനി എന്തിനു കറി വെക്കണം, ഇങ്ങനെ തന്നെ തിന്നോട്ടോ. എന്താ സ്മെല്ല് ഇതിൻ്റെ. ഇനി നേരെ നമുക്കിത് പാചകം ചെയ്യാൻ കൊണ്ടുപോകാം. 1/2 മണിക്കൂർ ഫ്രിഡ്ജിലുണ്ട് വെക്കുക. കുഴച്ചുകൊണ്ട് മിക്സ് ആക്കാം, നല്ലപോലെ കുഴക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ കുക്കറിൽ കയറ്റി ഇങ്ങനെ 7 ഫിസിലുണ്ട് പിടിപ്പിച്ചാണ്ടല്ലോ. ഇനി തുറന്ന് നോക്കാം നമുക്ക് പിന്നെ കഴിഞ്ഞിട്ട്. ഓക്കെ, നമ്മളെല്ലാ പാചകം കഴിഞ്ഞു. തുറന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അയ്യോ നമ്മളെ കറിയൊക്കെ റെഡിയായി. ബീഫ് പിന്നെ അതാ നല്ല പളുങ്ക് പോലത്തെ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഫിർദൗസിൽ നിന്ന് കൊണ്ടുവന്ന ചോറ് ഇതാണ്. ആഹാ, പൊന്നരി പോലത്തെ സാധനത്തിൽ കുറച്ച് ബീഫ് ഞാൻ പിടിക്കാം. പിടിക്കല്ലേ. ആഹാ, ടേസ്റ്റ് നാനാ ഭാഗത്തുനിന്ന് ടേസ്റ്റ് വന്നത് ബീഫിൻ്റെ.